ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ചെയ്യുന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നാട്ടിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. എല്ലാവർക്കും SPR കുവൈത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി കുവൈത്തിൽ നിന്നും. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ കാണുന്ന ഒരു പരസ്യമാണ് ഡെലിവറി കമ്പനിയിലേക്ക് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പരസ്യങ്ങൾ നാട്ടിലൊക്കെ കാണുമ്പോൾ, നാട്ടിൽ കോളേജും സ്കൂളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ചെക്കന്മാർ 25 വയസ്സും 23, 24, 25 വയസ്സുള്ള ചെക്കന്മാരൊക്കെ ഇത് കാണുമ്പോൾ ഇത് ചിലത് ബൈക്ക് ഉണ്ടാകുന്നു, ചിലത് കാർ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ബൈക്ക് എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലുള്ള പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഒരു ക്രൈസ് അല്ലേ. അപ്പോൾ ഓടിച്ചാടി കയറി വരും. അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും പഠിക്കാതെ 2 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യൊക്കെ വിസക്ക് കൊടുത്തിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് വിസ എടുത്തു കൊടുക്കുന്ന ഏജൻ്റ് ആണെങ്കിലോ മലയാളികളും. അപ്പോൾ വിസയൊക്കെ കൊടുക്കുന്നതൊക്കെ ശരി, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് സമ്മതമാണെങ്കിൽ മാത്രം കൊണ്ടുവരിക. ഇല്ലാത്ത വാഗ്ദാനങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ഒരുപാട് ആൾക്കാർ ഡെലിവറി കമ്പനിയിൽ വന്ന് പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കണ്ണീരും കിനാവും കാണാൻ പറ്റുന്നില്ല. അവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ആരും ഇതുപോലെ വന്ന് പെടരുത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ നാട്ടിലെ ചെക്കന്മാർ ചോദിക്കും, ഒരു ചോദ്യമുണ്ട് തിരിച്ചിട്ട്, അതിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നില്ലേ എന്ന്. ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എത്തിപ്പെട്ട ആൾക്കാർ അവരെങ്ങനെയെങ്കിലും വന്നല്ലോ, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. അതും പറ്റാത്ത ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ പൈസയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തടിയെടുത്ത് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കമ്പനിയിൽ കാര്യങ്ങളിലൊക്കെ നല്ല സാമ്പത്തികം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു, നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ കൂടി, ഒരുപാട് ഡ്രൈവർമാർ ഈ കമ്പനികളിലൊക്കെ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓർഡറൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ ഏജ് ഓവറായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഏജ് ഓവറായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഗൾഫിനെ സംബന്ധിച്ചിട്ട് വിസയൊക്കെ ഒരു 45 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞെങ്കിൽ പുതിയ വിസ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ 25-30 വയസ്സുള്ള ആ ഒരു ഗ്യാപ്പിൽ ഏജുള്ള ആൾക്കാരാണ് കൂടുതലും എടുക്കുന്നുള്ളത്. ഏജ് ഓവറായി കഴിഞ്ഞെങ്കിൽ വിസ കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും വിസ കിട്ടിക്കഴിഞ്ഞെങ്കിലോ മെഡിക്കലിൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാർ കമ്പനിയിൽ നിന്ന് റിലീസ് കിട്ടാത്തത്, അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ അതിൽ കിട്ടുന്നത് മേടിച്ചുകൊണ്ട് സമാധാനിച്ചിട്ട് നിൽക്കുന്നുള്ളത്. അപ്പോൾ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ഒന്നേ പറയാനുള്ളൂ, ഏത് വിസക്കും നിങ്ങൾ ഗൾഫിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചും ആ വിസയെക്കുറിച്ചും ആ ജോലിയെക്കുറിച്ചും നിങ്ങളൊന്ന് വിശകലനം നടത്തി അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വരിക. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം, പെട്ടതിന് ശേഷം ഇവിടുത്തെ ഇപ്പോൾ ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട്, ഒരുപാട് ജില്ലാ കൂട്ടായ്മകളുണ്ട്, ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊന്നും ചെയ്തില്ല, ഹെൽപ്പ് ചെയ്തില്ല എന്നൊക്കെയുള്ള പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊക്കെ ചെയ്യുന്നതിലൊക്കെ പരിമിതികൾ ഉണ്ടാകാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ വന്നിട്ടും ഇതേപോലെ സംഘടനക്കാരൊന്നും ചെയ്തിട്ടില്ല, കൂട്ടായ്മകളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പരിമിതികളുണ്ട് ചെയ്യുന്നതിൽ. അവരും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ജോലി ചെയ്യുന്നത് മാത്രമേ അവരുടെ കുടുംബം പുലരൂ. അപ്പോൾ അവർ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇപ്പോൾ കമ്പനിയിലൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ എത്തിയതിൻ്റെ ശേഷം എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് ഒക്കെ ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നല്ലതെന്ത്, ഒരു കമ്പനിയെ കുറിച്ച് ശരിക്കും പഠിച്ചതിന് ശേഷം വരിക. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനിയിലേക്ക് ഒരുപാട് ഇങ്ങനത്തെ കമ്പനിയിലേക്ക് വിസ എടുത്തിട്ട് കൊണ്ടുവരുന്ന മലയാളികളാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ കുറച്ച് മലയാളികളുണ്ട് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് 3 ലക്ഷം റുപ്യൊക്കെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ, അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഡെലിവറി കമ്പനിയിലൊക്കെ ടാർജറ്റ് ഉണ്ട്, 450 ഓർഡറൊക്കെ ഒരു മാസം ഓടണം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ശമ്പളമൊക്കെ തരും. ഇന്ന് 450 ഓർഡറൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നാട്ടിലുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. വന്ന് പെട്ടാൾ പെട്ട്, ഇനി ആരും ഇതിൽ വന്ന് ഇങ്ങനെ പെടരുത്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.